സെക്സ് റാക്കറ്റുകൾക്ക് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാന കണ്ണിയായ അലീന ഇബ്രാഹിം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി. ഇതുമായി ബന്ധപ്പെട്ട് അലീനയോടൊപ്പം ജീവിക്കുന്ന അലീനയുടെ സുഹൃത്ത്, കാമുകൻ, എന്ത് രീതിയിൽ വേണമെങ്കിലും വിളിക്കാം, ഔറംഗസേബ്, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ആരാണ് അലീന ഇബ്രാഹിം? ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുന്നു, സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണിയാണെന്ന് പറയുന്നു, പെൺകുട്ടികളെ വിദേശ രാജ്യങ്ങളിൽ എത്തിച്ച് പലർക്കും കാഴ്ചവെക്കുന്ന കൂട്ടത്തിലെ പ്രധാന ആളാണെന്ന് പറയുന്നു. ആരാണ് ഈ അലീന ഇബ്രാഹിം? അലീന ഇബ്രാഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തല്ല, ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ അറിയാവുന്ന രണ്ട് ഫാമിലിക്കും അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ മരടിലെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പോലീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ്. ഇതിൽ ഈ പറയണ കഥകൾ കംപ്ലീറ്റ് ഫേക്കാണ്. കാര്യം ഒരു അലീസ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ആഡ് പരസ്യം കണ്ടിട്ടാണ് അലീന എൻ്റെ അടുത്ത് പറയുകയും അതിലേക്ക് ഇവർ ഫാഷൻ ബേർഡിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ, മറ്റേ ഫാഷൻ ബേർഡിലുള്ള മെയിനായിട്ടുള്ള ഡാലു, അതുപോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സ്, അറിയപ്പെടുന്ന ആക്ടേഴ്സ് മിക്കവരും, പിന്നെ ദുബായ് ബേസിലുള്ള ഒരുപാട് ആൾക്കാർ, യൂട്യൂബറും അല്ല ഒരുപാട് പേര് അതിൽ പങ്കെടുത്താണ്. ഇവിടുന്ന് തന്നെ 10-30 പേര് അതിൽ കയറിപ്പോയതാണ്. ആ ബേസിലാണ് അലീന ഈ ഒരു ഇതിലോട്ട് കമ്പനിയിലോട്ട് കയറി പോകുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് ഇവർ അത് കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. തിരിച്ച് വന്നതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഫോണിലോട്ട് ഭീഷണിപ്പെടുത്തൽ തുടങ്ങി. നിൻ്റെ ഇക്കാക്ക് ഒരു പണി വന്നുണ്ട്, ഒരു പണി കിട്ടും, എനിക്കും ഒരുപാട് പണി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പോലീസുകാർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ മൊബൈലിൽ തന്നെ അതിൽ കിടപ്പുണ്ട്. എനിക്ക് അയച്ചിട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്, ഒരു പണി വരുന്നുണ്ട്, ദുബായിൽ നിന്നാണ് പണി. അല്ല, അത് എന്നോട് പറഞ്ഞ് ദുബായിൽ നിന്നാണ് പണി എന്നും പറഞ്ഞിട്ട് നെറ്റ് കോളുകളിൽ നിന്നാണ് കൂടുതൽ കോൾ വന്നത്. അപ്പോൾ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഇവരുടെ രണ്ടാം ഇര എന്ന് പറഞ്ഞ് ഇതിൽ ഇരയത്തിന് കംപ്ലയിൻറ്റ് കൊടുത്തതാണ് ഒരു കുട്ടി. ആ കുട്ടിയുടെ ഒരു ഫ്രണ്ടാണെന്നൊരു ഡൗട്ട് അടിച്ചിട്ട് ആ കുട്ടീനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ഈ അടുത്ത് പുറത്തു വന്നു. അലീനയുടെ ഇങ്ങനൊരു വോയിസ് പുറത്തു വന്നിട്ട് അത് വലിയ പകുതിയെ കട്ട് ചെയ്തിട്ട് ഇത് ആരാന്ന് ഇതിൻ്റെ പുറകെ കളിച്ചെന്ന് പറഞ്ഞാൽ പണി വരും എന്നുള്ളൊരു കട്ട് ചെയ്തിട്ടാണ് മീഡിയയിലേക്ക് ഇട്ടേക്കണത്. ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8 വർഷത്തോളം ഈ കമ്പനിയുടെ ബേസിൽ, ഇവരുടെ ബേസിൽ അവിടെ നിന്ന ഒരു കുട്ടി, രണ്ടാമത്തെ ഇരയായ കുട്ടി, ഈ ഒരു ശനിയാഴ്ച ദിവസം അതേ അലീസ ഇവൻറ്റ്സ് എന്നുള്ള കമ്പനിയുടെ ഇതിലോട്ട് തിരിച്ചു കയറി പോയിട്ടുണ്ട്. ഇവിടെ ഈ ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈ കമ്പനി ഇവരെ പീഡിപ്പിച്ചു, കമ്പനി ബേസ് ചെയ്ത് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വീണ്ടും പീഡിപ്പിക്കപ്പെടാനായിട്ടാണോ പോയേക്കണത്? ആ കമ്പനി തന്നെ എന്തുകൊണ്ട് തിരിച്ചു പോയെന്ന് ആദ്യം അന്വേഷിക്കുക. 8 വർഷമായിട്ട് അലീന അതിൽ 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്നാമത്തെ പരാതി കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇര ഇപ്പോൾ ഓൾറെഡി ദുബായിലാണ് വിട്ടുപോയേക്കുന്നത്. 3 ഇരകളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് പറയണത് ഒരു ഇര കേരളത്തിലുണ്ട്. ഈ ഇരയുടെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം ഒന്ന് അന്വേഷിക്കാൻ പറയണം. ഈ ഇര ആരാണെന്നും അതിന്റെ കേരളത്തിലുള്ള ഇര, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഒരാൾ നമുക്ക് ഇത്ര 2 പേര് ഓൾറെഡി പോയി, ഒരാൾ ഈ കമ്പനിയുടെ ബേസിൽ തന്നെ തിരിച്ചു പോയേക്കണത്. ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും വിവാദങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ബേസിൽ അലീന എന്ന് പറഞ്ഞ കുട്ടി മുതൽ ഇതിൻ്റെ അകത്താണ്. ഇതിൽ 3 പേരെ ഇപ്പോൾ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഈ കുട്ടീനെ പോലും ഇവർക്ക് പരസ്പരം അറിയില്ല. ഇതിൽ ഇവിടുന്ന് പോയേക്കുന്ന ആൾക്കാർ പല മുറികളിലാണ് നിന്നത്. ആക്ടേഴ്സ് ആണെങ്കിലും ഇരകളോടൊപ്പമാണോ അലീന താമസിച്ചിരുന്നത്? അല്ല, ഇവർ വേറെ താമസിച്ചേക്കണത്. ഒരു 8 വർഷമായിട്ട് ഇങ്ങനെ അവരുടെ മുറിയിൽ തന്നെ ഇവരുണ്ടായെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം അവരുടെ മുറിയിലാണ് അവിടെ നിന്നിരുന്നതെന്ന് പറഞ്ഞേക്കണത്. ഇതിനിപ്പോൾ എൻ്റെ ദുബായി പോയി വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവരുടെയും വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ മുമ്പിലേക്ക് വരാൻ മടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പലവരുടെ വീട്ടിലേക്ക് തന്നെ ഭീഷണി വന്നു. ഒരു നമ്പറിൽ നിന്ന് തന്നെ ഭീഷണി വന്നേക്കണത്. പലരും ഭീഷണിപ്പെടുത്തുന്നത് എല്ലാവർക്കും പണി വരും എന്നുള്ള ബേസിലാണ് എന്നെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അത് ന്യൂസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ അത് അയച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു പണി വരുന്നുണ്ട്, ദുബായിൽ നിന്ന് ഒരു പണി വരും എന്നും പറഞ്ഞിട്ട് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഇതിനെ തുടർന്ന് ഇത് വന്നു. അലീന എത്ര തവണ ദുബായിൽ പോയിട്ടുണ്ട്? 2 തവണ പോയിട്ടുണ്ട്. ഇത്രയും വർഷത്തിനിടയിൽ എത്ര വയസ്സുണ്ട് ഈ പെൺകുട്ടിക്ക്? 23 വയസ്സിനിടയിൽ 2 തവണ പോയിട്ടുള്ളൂ. 2 തവണ എന്ന് വെച്ചാൽ എത്ര നാൾ അവിടെ നിന്നിട്ടുണ്ട്? അവിടെ 1 മാസം, ആദ്യത്തെ പ്രാവശ്യം 1 മാസം നിന്ന്, ഈ പ്രാവശ്യം ഇവിടെ പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ആദ്യത്തെ മാസം പോയത് എന്തിന്റെ ഇതിലാണ്? അത് ഇതുപോലെ തന്നെ വർക്കിന്റെ ബേസിലാണ്, ഇവന്റ്സിന്റെ വർക്കിന്റെ ബേസിലാണ് പോയേക്കുന്നത്. ഈ കമ്പനിയുടെ അല്ലല്ല, വേറെ കമ്പനിയുടെ. അന്ന് കൂടെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞതിൽ ആരെങ്കിലും അന്ന് കൂടെ പോയിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞ ആൾക്കാരല്ല, വേറെ ആൾക്കാരാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്. പറഞ്ഞ ആൾക്കാർ വിസ് ചെയ്തിട്ടുള്ള പോയേക്കണത്. വർക്കുകൾ ഒരുമിച്ചാണോ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത്?
ഇവിടുന്ന് ഒരുമിച്ചല്ല, ഞാൻ പറഞ്ഞില്ല, അലീന ഒരുപാട് പേര് ഇവിടുന്ന് കയറ്റിക്കൊണ്ടുപോയി ബേസ് ചെയ്ത് കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പല ന്യൂസിലും ഇങ്ങനെ പറയണ ന്യൂസുകാർ കോർഡിനേറ്റ് ചെയ്തത് അലീനയാണോ? അല്ല, അലീന അല്ല ഇതിന് കോർഡിനേറ്റ് ചെയ്തത്. അലീന എന്തിനാണ് അപ്പൊ ദുബായിൽ 2 മാസം പോയ ആളെങ്ങനെ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ? എന്തിനാണ് ഈ 2 മാസം ദുബായിലേക്ക് പോയത്? ഈ ഇവന്റിന്റെ പരിപാടിക്കും ഈ പ്രോഗ്രാമിനും വേണ്ടിയിട്ട്. ഇവന്റിന്റെ എന്ത് പരിപാടിയായിരുന്നു അവിടെ? ഫാഷൻ പരേഡും അതെല്ലാം മീഡിയയിലുണ്ട്. ഫാഷൻ പരേഡ്, അതിനെ തുടർന്നിട്ടുള്ള റാം വാക്ക് എന്നൊക്കെ പറയും. അലീനയ്ക്ക് എന്തായിരുന്നു അവിടെ ജോലി? അലീന പിന്നെ ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണോ? ഫാഷൻ ഷോ ചെയ്യുന്ന ആളാണ്. ഫാഷൻ ഷോ ആയിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഫാഷൻ ഷോ ചെയ്യുന്ന ആളാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇതിൽ ചെയ്തിട്ടുണ്ട്. 2 മാസം അവിടെ ഈ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. 2 മാസം ഷൂട്ട് ഉണ്ടായിരുന്നു, ഫാഷൻ ഷോ ഉണ്ടായിരുന്നു, ആഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ മംഗളം മനോരമയുടെ ഒക്കെ ഇതിന്റെ വന്നിട്ടുണ്ട്. അതിന്റെ ആടുകളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഓൾറെഡി. 1-2 ഷൂട്ടുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പേയ്മെന്റ് തന്നാണോ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയത്? ഇവിടുന്ന് ആദ്യം പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഷൂട്ടിന്റെ പേയ്മെന്റും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇവിടെ കൊണ്ടുപോയിട്ട് ഈ പറയണ ഇതിൽ ശരിക്കും ഇതിൽ അന്വേഷിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 പ്രതികളുടെ കാര്യം, ഞാൻ ഇരകളുടെ കാര്യം പറഞ്ഞു. ഈ ഇരകൾ 3 പേര്, 2 പേര് എവിടെയെന്ന് അന്വേഷിക്കാം, 3ാമത്തെ ഇരയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാം. 3ാമത്തെ ഇര 17-ാം തീയതിയാണ് ഇവിടെ വന്നിറങ്ങുന്നത്. വന്നിറങ്ങുമ്പോൾ ദുബായിൽ നിന്ന് വന്നിറങ്ങുന്നത്. ഇതിനെ കൊണ്ടുവരാൻ പോണത് ഇതിലെ 1ാം പ്രതിയാണ്, സിന്ധു എന്ന് പറയുന്ന 1ാം പ്രതിയാണ് കൊണ്ടുവരാൻ പോണത്. എയർപോർട്ടിൽ വെച്ചിട്ട് അവിടെ ദൃശ്യങ്ങൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. എയർപോർട്ടിൽ കെട്ടിപ്പിടിച്ച് കാറിൽ കയറി വേറെ അത്താണിയിലേക്ക് വളയുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു റെക്സ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെയാണ് ഒരു വീട്ടിൽ പോണത്. പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് അവിടുന്ന് ആൾക്കാർ കയറ്റി വിട്ടുന്ന ഒരാൾ എങ്ങനെയാണ് 1ാം പ്രതിയെ സിന്ധുവിനെതിരെ പരാതി നൽകുന്നത്? അതായത് ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ പരാതി കൊടുത്തു? സിന്ധുവിനെതിരെ പറയുന്ന പരാതി എന്താണ്? ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ പീഡിപ്പിച്ചെന്നാണ് പരാതി പറഞ്ഞേക്കണത്. ഞാൻ ചോദിക്കട്ടെ, ഈ എഫ്ഐആറിന്റെ കോപ്പി ശരിക്കും ഇന്ന് കിട്ടുള്ളൂ. എഫ്ഐആറിന്റെ കോപ്പി അല്ല, ഈ പെൺകുട്ടികൾ പറയുന്നത് വളരെ ഗൗരവമായ കാര്യങ്ങളാണ്. നടന്നോ ഇല്ലയോ അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ പെൺകുട്ടികളല്ല, പെൺകുട്ടി ഈ ഇരകൾ പറയുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. കാരണം അവർ പറയുന്നത് ഇവിടെ നിന്ന് അവരെ കൊണ്ടുപോയി ഒരു ജ്യൂസ് പോലത്തെ ഒരു വെള്ളം കൊടുത്തു, അതിൽ എന്തോ വെള്ള കളറിലൊരു പൊടിയിട്ട് കലക്കി അവർക്ക് കൊടുത്തു. അതിനുശേഷം അവർ വളരെ ക്രൂരമായി ഉപദ്രവിച്ചു, ശാരീരികമായി ഉപദ്രവിച്ചു. ഈ 2 മാസം അവിടെ നിന്നതിൻ്റെ ഇടയിൽ അവരെ വീട്ടുകാരെ വിളിച്ചു, അവരെ കുറിച്ച് വളരെ മോശമായി ഈ അലീന അവരോട് പറഞ്ഞു. ഇവര് ശരീരം വിറ്റാണ് ഇവിടെ ജീവിക്കുന്നത്. പറഞ്ഞിട്ടില്ല, അലീന പറഞ്ഞില്ല. പല ആൾക്കാരും ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞേക്കണത്. അലീന പറഞ്ഞൊന്നും ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. അലീന ഇവിടുന്ന് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞേക്കണത്. അലീന ഇവിടെ ഒരാളെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാളെങ്കിലും അലീനയുടെ ബേസിൽ ഇവിടുന്ന് പോയിട്ടുണ്ടോ എന്നറിയാം. ഈ ഫാഷൻ പരേഡ് കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 17-ാം തീയതി ഈ ആൾ വരുമ്പോൾ സിന്ധുവാണ് കൊണ്ടുവന്നേക്കണത്. അവരായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 100ഓളം ആളുകൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ദുബായിൽ എത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അലീനയുടെ പേര് മാത്രം, ഇപ്പൊ അലീനയുടെ സുഹൃത്തായ നിങ്ങൾ ഔറംഗസേബ്, നിങ്ങൾ നേരത്തെ ഗുണ്ട പണിയൊക്കെ ചെയ്തിരുന്ന ഒരാളാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾ തമ്മിൽ 5 വർഷത്തോളം ഒരുമിച്ച് താമസിച്ചു എന്നും പറയുന്നു. ഈ 5 വർഷം തരേണ്ട 5 വർഷത്തിനിടയ്ക്ക് നമുക്ക് എന്ത് വേണം പണിയാണെങ്കിലും തരാം. അത് തരാതെ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് ദുബായിൽ പോയപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് അത്ര വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മളൊരു മാധ്യമപ്രവർത്തകരാണ്, നമുക്ക് ഇതിൽ ഒരുപാട് സംശയങ്ങൾ തോന്നുന്നു. അത് തന്നെയാണ് പ്രേക്ഷകർക്കും തോന്നുന്നത്. സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും, ഈ 5 വർഷം ഒരുമിച്ച് താമസിച്ചപ്പോ പണി കൊടുത്തൂടെ, എന്തിനാണ് ഇപ്പൊ പണി കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കൂലേ? ഈ 5 വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ ഒരു ഉടായ്പ പണി നടക്കൂല. കേരളത്തിൽ ഇപ്പോൾ ഒരു പണി വന്നിട്ടാലും, ഇപ്പോൾ എനിക്കിട്ടൊരു പണി ഇട്ടാലും അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് ഇതാക്കും. ദുബായ് ബേസ് ചെയ്തിട്ടാണ് ഇത് നടന്നേക്കണേന്ന് പറഞ്ഞത്. അല്ല, ഇതിന് മുൻപ് ദുബായി പോയിട്ടുണ്ട് എന്ന് പറയുന്നില്ലേ? ഇതിന് മുമ്പ് ദുബായിൽ വർക്കിന് പോയിട്ടുണ്ട്. ദുബായിൽ പോണതിന് ഇപ്പോൾ ഇവന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ ആയിട്ട് പോകാറുണ്ട്. അത് ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരും. ഇതിൽ എനിക്ക് ഈ കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസിൻ്റെ മുന്നോട്ട് വന്ന് സാർമാർ തെളിയിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 3 കാര്യങ്ങളുള്ളൂ. ഈ 2 പേര് ഇപ്പോൾ ഓൾറെഡി പീഡിപ്പിക്കപ്പെട്ട 2 പേര് ഓൾറെഡി ഇപ്പോൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. ഒരാൾ ഈ കമ്പനിയുടെ ബേസിൽ തന്നെ പോയേക്കണത്, ഇത്രയും ഇതായിട്ട് പറയണ ഈ ഒരു കമ്പനിയുടെ ബേസിൽ തന്നെ ദുബായിക്ക് പോയിരിക്കുന്നത്. ഈ ശനിയാഴ്ച ദിവസം കയറിയേക്കണത്. ഈ കുട്ടി ഇപ്പോൾ ഈ പറഞ്ഞ 1ാം ഇര ഇവരുടെ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഇവരുടെ കാറിൽ കയറി കെട്ടിപ്പിടിച്ച് ഇവരുടെ കൂടെ തന്നെ വന്നിരുന്ന്, ഈ 1ാം പ്രതിയുടെ കൂടെ തന്നെ വന്നിരുന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച്, അത്താണിയിലുള്ള റെക്സ് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാണ് തിരിച്ചു പോയേക്കണത്. അതിനുശേഷം എന്ത് നടന്നു, അതിൻ്റെ പുറകയിൽ പിന്നെ ആരൊക്കെ എന്ത് കളിച്ചു എന്ന് മാത്രമേ അറിഞ്ഞു കഴിഞ്ഞാൽ കേസ് തെളിയാനുള്ളൂ. അലീനാനെ ബേസ് ചെയ്ത് കുറേ എല്ലാത്തിലും അലീനയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാം പ്രതിയായ അലീനാന 2ാം പ്രതി എന്നും പറയുകയും
ഇപ്പൊ 4-ാം പ്രതി ആയി, FIR 4-ാം പ്രതിയാണ് അയക്കുന്നത്. അല്ല, പക്ഷെ അലീനക്കെതിരെയാണ് കേസ് കൂടുതൽ, കാരണം സെക്സ് റാക്കറ്റിലെ കണ്ണിയാണെന്നും അല്ല, അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. തെറ്റാണ്. സിന്ധുവിന്റെ പേരിലാണ് 1-ാം പ്രതിയായിട്ട് പറഞ്ഞേക്കുന്നതും കൂടുതൽ കാര്യങ്ങളും സിന്ധുവിന്റെ പേരിലാണ്. അലീന ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയി എന്നുള്ള പൈസ പറഞ്ഞേക്കുന്നത്. ഈ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യമുണ്ട്, കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുടെ ഫോട്ടോ പ്രതികളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. പ്രത്യേകിച്ച് അലീന എന്ന് പറയുന്നത് ഒരു മോഡലാണ്, ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പോൾ മറ്റ് പ്രതികൾ എന്ന് പറഞ്ഞാൽ ആ വാർത്തയ്ക്കുണ്ടാവുന്ന റീച്ചിന്റെ കൂടി ഒരു പ്രശ്നമുണ്ട്. വാർത്തയുടെ റീച്ച് അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞത്. ഈ വാർത്തയുടെ റീച്ചിന് വേണ്ടിയിട്ട് അലീനയുടെ കാമുകൻ ആരാണെന്ന് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഔറംഗസീബിന് കേസുകളുണ്ടോ? ഇത്തരം കേസുകളുള്ളപ്പോൾ പിന്നെ അത് ഇതിന് കൂട്ടി നിൽക്കുമോ? 25 നിങ്ങളെ വടിവാളുമായിട്ടൊക്കെ ഈ ബാറിൽ പോയി പ്രശ്നം ഉണ്ടാക്കി അന്ന് ഈ അലീന കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോ അങ്ങനെ കേരളത്തിൽ ഒരുവിധമുള്ള സ്ത്രീകളൊക്കെ ഇപ്പോൾ അകത്തു പോകും. കാര്യം ഇത്രയുള്ള പിച്ചാത്തി, മീൻ മുറിക്കുന്ന പിച്ചാത്തി വടിവാളാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാര്യം എൻ്റെ വണ്ടിയിൽ ആപ്പിൾ മുറിക്കാനായിട്ട് എപ്പോഴും അതിൽ കിടക്കുന്നുണ്ടാവും. അത് എൻ്റെ സേഫ്റ്റിക്കാണെന്ന് വെച്ചോ. അതെടുത്തതിന് അത് വടിവാളാണെങ്കിൽ ഇപ്പം വടിവാളാണെങ്കിൽ എന്താ അതിൽ ചാർജ് വന്നാൽ ആംസാറ്റ് എന്ന് പറഞ്ഞ ചാർജ് വരും. വടിവാളാണെങ്കിൽ എത്ര ദിവസം കിടക്കേണ്ടി വരും? ഏറ്റവും ചുരുങ്ങിയത് ഞാൻ കിടന്നിട്ടുണ്ട് 30 ദിവസത്തോളം, 3 മാസത്തോളം കിടന്നിട്ടുണ്ട്. ഈ അലീന എന്തുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇറങ്ങി പോകുന്നു? അല്ല, നിങ്ങൾ നേരത്തെ ഗുണ്ടയായിരുന്നു. അല്ല, ഇത് ഗുണ്ടയായിട്ട് ഇങ്ങനെ വന്നതല്ല, നമ്മുടെ സാഹചര്യം കൊണ്ട് ഗുണ്ട ആയിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെ, സാധാരണ ഗുണ്ടാ നേതാവ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു ഗുണ്ട നേതാവ് തലവനായിരുന്നോ? അല്ല, ഗുണ്ട നേതാവല്ല. ഞാൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത് കണ്ടും. അല്ല, നിങ്ങൾക്ക് ചുറ്റും കുറെ ഗാങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ തലവനായിരുന്നു നിങ്ങൾ. എത്ര കേസുകളുണ്ട് ഇപ്പൊ നിലവിൽ? നിലവിലിപ്പോ ഒരു 10-30 കേസുകളും നിലവിലുണ്ട്. നിങ്ങൾക്ക് പാസ്പോർട്ടോ റേഷൻ കാർഡോ ഇതൊന്നുമില്ല, അപ്പൊ കേസുകൾ ഉള്ളതുകൊണ്ട് ID കാർഡ് നിങ്ങൾക്ക് പുറത്ത് പോകാൻ. ഈ ഫ്ലാറ്റിലൊക്കെ ഏതെങ്കിലും പെൺപിള്ളേരെ കൊണ്ടുവരികയോ അങ്ങനെ ഇപ്പൊ നിങ്ങൾ എന്തായാലും നമ്മൾ ചോദിച്ചാലും സത്യം പറയണമെന്നില്ല, കാരണം കൂടെ ഉള്ള ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്. എന്നാലും ചോദിക്കണം, ഈ കൂടെ ഫ്രണ്ട്സ് ആയിട്ടോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരാറുണ്ടോ? ഫ്രണ്ട്സ് ആൺപിള്ളേർ വരാറുണ്ട്, കൂട്ടുകാരന്മാര്. പിന്നെന്ന് പറഞ്ഞാൽ മരട് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് എൻ്റെ വീട്ടിൽ ഞാൻ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. കാര്യം ഒരുപാട് ശത്രുക്കൾ എനിക്കുള്ളതാണ്. എന്തൊക്കെ സംഭവിക്കണമെന്ന് പറയാൻ പറ്റൂല. ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ അലീനെ കൊടുക്കുന്ന തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുൻപ് നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിനിടയിൽ? ഇല്ല, ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് അവളുടെ. അലീനയ്ക്ക് ശത്രുക്കളുണ്ടോ? അലീനയ്ക്ക് ശത്രുക്കൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ബാറിലെ വിഷയം കഴിഞ്ഞപ്പോൾ ഒരുപാട് ശത്രുക്കൾ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മെയിൻ ശത്രുക്കൾ വന്നിട്ടുണ്ട്. ഇതിൽ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. കാര്യം ഞാൻ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഞാൻ കയറി പോകേണ്ട കാര്യമുണ്ടോ? വീണ്ടും ആ പീഡിപ്പിച്ച ആളോടെ തന്നെയാണ് ഇരകൾ പോയിരിക്കുന്നത്. ഒരാൾ അതിന്റെ ബേസിലാണ് ഇപ്പോൾ ശനിയാഴ്ച ആ ഒരു കമ്പനി അലീസ ഇവന്റ്സിന്റെ കമ്പനി അവരെ ജോലിക്ക് എടുക്കുന്നത് എങ്ങനെയാ? അല്ല, അവിടെ ജോലി ആ ഒരു കമ്പനിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ സിന്ധുവിന്റെ മരുമകന്റെ പേരിലാണ് കമ്പനി. അമ്മായിയമ്മയെ കൊടുക്കാൻ ശ്രമിച്ചവര് അവര് NOC കൊടുത്താലാണ് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ കയറി പോയിട്ടുള്ളൂ. NOC അവിടെ ചെന്നിട്ടാണല്ലോ കിട്ടുന്നത്. അവിടെ ചെന്ന് കൊടുക്കുമെന്നോ അത് കൊടുക്കുമെന്നുള്ള ഉറപ്പിലായിരിക്കുമല്ലോ ഇവിടെ കയറി പോകുന്നത്. അല്ല, അങ്ങനെ ഉറപ്പുള്ള ആള് എന്തുകൊണ്ട് ഇങ്ങനെ പരാതി കൊടുത്തിട്ട് പോയി? അങ്ങനെ കൊടുക്കും. എന്നെ വിശ്വസിക്കുന്ന ഒരു കമ്പനി എന്നെ അതിൽ തന്നെ ട്രാപ്പല്ലേ. കാര്യം എന്നെ വിശ്വസിച്ച് ഞാനിപ്പോൾ സിന്ധു എന്ന് പറഞ്ഞ ആള് പുള്ളിക്കാരിനെ ഇതിൽ കമ്പനിയിൽ നിൽക്കുമ്പോൾ ഇത്രയും പരാതികൾ ഇവിടെ പറഞ്ഞതുകൊണ്ട്, ഇത്രയും വലിയൊരു കേസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇവർ തിരിച്ച് ആ ദുബായിക്ക് ആ കമ്പനിയിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടാവും? അപ്പൊ നിങ്ങൾ പറയുന്നത് അലീന നിരപരാധിയാണ്. അലീനയ്ക്ക് സെക്സ് റാക്കറ്റുമായോ ഈ സെക്സ് റാക്കറ്റിലെ കണ്ണികളുമായോ ഒന്നും ഒരു ബന്ധവുമില്ല. ഈ സ്ത്രീകളൊക്കെ പരാതി പറഞ്ഞിരിക്കുന്ന വ്യാജ പരാതിയാണ്, മറ്റാർക്കോ വേണ്ടി. 100% വ്യാജമാണെന്നുള്ള തെളിവുകളാണ് ഞാനിപ്പോൾ പറഞ്ഞ 3-4 കാര്യങ്ങൾ. അത് മാത്രം ജസ്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലീസ് എനിക്ക് ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ ചിരിച്ചു വിളിച്ചിരിക്കണമെന്ന് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല വിശ്വാസമാണ്. ഒരാളെ കൂട്ടത്തോട് റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ആ ആള് എങ്ങനെ ഇവിടുന്ന് വീണ്ടും ആ കമ്പനിയിൽ കയറി പോകാൻ പറ്റും? ഇത്ര പെട്ടെന്ന് ദുബായിക്ക് രക്ഷപ്പെടുത്തിയ ആൾക്കാർ പിരിവിട്ട് ആൾക്കാർ കൊടുത്ത് ടിക്കറ്റും കൊണ്ട് ഇവിടെ വന്നേക്കണത്. ഈ ടിക്കറ്റ് ഈ കമ്പനി തന്നെ എടുത്തിട്ടാണ് അവർ വന്നേക്കണത്. ഈ ലാസ്റ്റ് ആവുന്ന ഈ 1-ാം വരെ പോലും ഇവരുടെ കമ്പനിയിലുള്ള ടിക്കറ്റ് കൊണ്ടാണ് ഇവിടെ വന്നേക്കണത്. ഇവരെ ഒന്ന് എയർപോർട്ടിൽ ഒന്ന് കെട്ടിപ്പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നേക്കണത്. ഇതിലൊക്കെ എന്താണിത്? നാടകമാണത്. എന്ത് നാടകങ്ങളും കേരള പോലീസിന് എനിക്ക് വിശ്വാസമാണ്. അവരെന്തായാലും ഈ കേസ് നന്നായിട്ട് തെളിയിക്കുമെന്ന് എനിക്ക് വിശ്വാസമാണ്. ഞാനിപ്പോഴും എനിക്കൊരു വിളിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാനാണ്. അത് വിളിച്ചാൽ എന്നെ വിളിക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ വെയിറ്റ് ചെയ്യണത്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഈ എല്ലാ മീഡിയയിലും അലീനയുടെ ഫോട്ടോ വെച്ചിട്ട് തിരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം മീഡിയനും എനിക്ക് വിശ്വാസമാണ്. കാര്യം എല്ലാം ഒരു റീച്ചിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും
തെറ്റുകാരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും തിരിച്ചു വരും. അതെ, എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ ഈ സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഇരകൾക്ക് നീതി കിട്ടണം. ഇനി ഈ പ്രതിയായ ആള് നിരപരാധിയാണെങ്കിൽ അവർക്കും നീതി കിട്ടണം. സത്യം പുറത്തു വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.